ആദരണീയരായ സയ്യിദവർകൾ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഉസ്താദവർകൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ സമീപിക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി അതിൻ്റെ ചെറിയൊരു ഹുലാസ മാത്രം പറഞ്ഞ് നമ്മളെ വിഷയം ആൽഫ ജനറേഷൻ ഫിഖിൻ്റെ മാപ്പിനികളാണ്. ആൽഫ ജനറേഷൻ ഉസ്താദ് പരിചയപ്പെടുത്തി 2010 മുതൽ 2025 വരെയുള്ള ആൽഫ ജനറേഷൻ യഥാർത്ഥത്തിൽ ഈ ഖിയാമത്ത് നാൾ വരെ ഫിഖിൻ്റെ മാപ്പിനി തന്നെയാണ്. ആൽഫ ജനറേഷൻ ആയാലും ഇതിൻ്റെ ശേഷം വരുന്ന 2025 ശേഷം 2039 വരെ വരുന്ന ബീറ്റ ജനറേഷൻ ആണെങ്കിലും എല്ലാം ഇത് തന്നെയാണ്. ഇനി മാപ്പിനി മാറൂല, ഇത് തന്നെയായിരിക്കും. ഫിഖ് ഇസ്ലാം സമഗ്രമാണെന്ന് പരിചയപ്പെടുത്തിയ യൗമ അക്മൽതു ലക്കും ദീനക്കും അന്ന് തന്നെ കാമിലാക്കിയിട്ടുണ്ട്. ആ കാമിലാക്കിയ രൂപം ഉസ്താദ് പരിചയപ്പെടുത്തി. അഥവാ എല്ലാം നസ്സാക്കിയിട്ടില്ല, ചിലത് മൻസൂസാണ്, ചിലത് മൻസൂസ് അല്ലെങ്കിലും ആ മൻസൂസിൻ്റെ മേലെ ഖിയാസാക്കിക്കൊണ്ടാണ് ഉള്ളത്. അപ്പോൾ യൗമ അക്മൽതു ലക്കും എന്ന് പരിപൂർണമായി പറയാൻ പറ്റും. കാരണം മൻസൂസ് അല്ലാത്തത് നമുക്ക് ലഭിച്ചത് അത് മൻസൂസിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് തന്നെ എല്ലാം ഖുർആനിലുണ്ട് എന്ന് വ്യക്തമായി പറയാൻ പറ്റും. പക്ഷേ ഖുർആൻ വിശദീകരിക്കേണ്ടത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത്. ആ നബി തങ്ങളുടെ ഹദീസ് അയിമ്മത്ത് വിശദീകരിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു, ജമീഉ മാ തഖൂലുൽ അയിമ്മത്തു ശർഹുൽ ലിസുന്നah. അയിമ്മത്ത് പറയുന്നത് മുഴുവനും സുന്നത്തിന്റെ ശർആണ്. ജമീഉ സുന്നത്തി ശർഉൽ ലിൽ ഖുർആൻ. അത് ഉസ്താദ് പറഞ്ഞ പോലെ അത് മുജ്തഹിദീങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. മുജ്തഹിദീങ്ങളുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് മഹാനരായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു തൻ്റെ മീസാനുൽ കുബ്ര, അത് മുതാലിമിങ്ങളൊക്കെ മുതാല ചെയ്യേണ്ട ഒരു കിതാബാണ്. അതിൻ്റെ തുടക്കഭാഗമെങ്കിലും മീസാനുൽ കുബ്രയുടെ തുടക്ക ഭാഗത്തിൽ പറഞ്ഞു, അയിമ്മത്തുൽ അർബഅത്തിന് ശേഷം ഈ ഒരു ഇജ്തിഹാദുൽ മുത്തലഖ് അൽ മുസ്തഖിൽ, ഇജ്തിഹാദുൽ മുത്തലഖുൽ മുസ്തഖിൽ എന്നത് അയിമ്മത്തുൽ അർബഅക്ക് ശേഷം മഹാനരായ മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു അല്ലാതെ അത് വാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ വലം യുസല്ലം ലഹു, മൂപ്പർക്കാണ് ഈ സംഭവം. പിന്നെ ആളുകൾ എന്ത് ചെയ്തില്ല, വകവെച്ച് കൊടുത്തതുമില്ല. വാദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ബോധ്യപ്പെടണ്ടേ. അപ്പോൾ അതവിടെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. അത് അൽ മുജ്തഹിദുൽ മുത്തലഖിൽ മുസ്തഖിൽ കഴിഞ്ഞു. പിന്നുള്ളത് മുജ്തഹിദുൽ മദ്ഹബ്. നമുക്കറിയാം അതിൻ്റെ നിസ്ബിയൊക്കെ കൂട്ടുകയാണെങ്കിൽ എട്ടോളം ഇനങ്ങളുണ്ട്. ഇജ്തിഹാദിൻ്റെ 8ഓളം ഇനങ്ങൾ നമുക്കറിയാം. പിന്നെ ചുരുക്കി രണ്ടാമത്തെ സ്റ്റെപ്പാണ് മുജ്തഹിദുൽ മദ്ഹബ്. മുജ്തഹിദുൽ മദ്ഹബ് എന്നത് മഹാനരായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, ആദിഹി മർത്തബത്തുൻ ജലീല, ഇത് വലിയൊരു മർത്തബയാണ്, വലിയ മഹത്തമായ മർത്തബയാണ്. ലാ തുജദു അൽ ആൻ, ഇന്നത് എത്തിക്കപ്പെടൂല. കാരണം അന്നഹ ഈ മർത്തബ എന്നത് അത് മർത്തബത്തു അസ്ഹാബിൽ ഉജു, അത് അസ്ഹാബുൽ ഉജുവിൻ്റെ മർത്തബയാണ്. നമ്മളൊക്കെ മഹല്ലിക്ക് ഒതുന്നവരായിരിക്കും. മഹല്ലിയിലൊക്കെ നമ്മൾ സ്വഹീഹി അസഹ് എന്നൊക്കെ കാണുമല്ലോ. സ്വഹീഹി അസഹ് അതിൻ്റെ മുഖാബല് ഒക്കെ ആ പറയുന്നത് ഈ അസ്ഹാബുൽ ഉജുവിൻ്റെ ആളുകളാണ്. അവർ പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഈ അസഹി സ്വഹി എന്നൊക്കെ പറയുന്നത്. ആ കാലം എന്ന് കഴിഞ്ഞു. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുടർന്ന് ഫത്താവുൽ കുബ്രയിൽ പറഞ്ഞു, വഖദ് ഇൻഖതഅത് മിൻ 400 സന, അത് 400 കൊല്ലായി അത് തീർന്നിട്ട്. ഇബ്നു ഹജർ തങ്ങൾ 974 വഫാത്ത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു ഹിജ്റ അത് 400 കൊല്ലമായി തീർന്നു. അപ്പോൾ അത് ഹിജ്റ ഒരു 500 കൂടി എന്ത് ചെയ്തേക്കണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മഹാനരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിജ്റ 505 വഫാത്താണ്. മഹാനരായ ഇമാമുൽ അർമീനി ഹിജ്റ 478 വഫാത്തായ ആളാണ്. ഇമാം ഷിറാസി തങ്ങൾ 476 വഫാത്ത്. ഇവരെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ 10-ാം പള്ളിത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. അഥവാ അവർ ഗസാലി ഇമാമും ഇമാമുൽ അർമീൻ അടക്കമുള്ളവർ അവർ മുജ്തഹിദുൽ മദ്ഹബിൽ പെട്ടവരാണോ അല്ലേ? അയിമത്തിനിടെ ഈ തർക്ക. ഇബ്നു സലാഹ് തങ്ങളടക്കമുള്ള ഷെയ്ഖാനി അടക്കമുള്ള നൈമാം റാഫി ഇമാം അടക്കമുള്ളവർ പറയുന്നു അവർ മുജ്തഹിദിൽ പെട്ടവരാണ്. അസ്ഹാബുൽ മുജ്തഹിദ് മുത്തലഖ് മുസ്തഖില്ലല്ല, ഒന്നുമല്ല. മറിച്ച് ഇങ്ങനെ ഇവർ ഈ അയിമത്തിന്റെ കലാമിൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത്
കണ്ടെത്താൻ പറ്റുന്ന ആളുകളിൽ പെട്ടവരാണോ? അല്ലേ, ആണെന്നൊരു വിഭാഗം. ഇബ്നു റിഫ തങ്ങളെ പോലത്തുള്ളവർ പറയുന്നു അവർ അസ്ഹാബുൽ വുജൂഹ് പെട്ടവരല്ല. അതുകൊണ്ട് ഇമാമുൽ അർമീന്റെ ഇഹ്തിമാലാത്തുകളൊക്കെ വജിഹായിട്ട് എണ്ണൂല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മഹല്ലിക്ക് നമ്മൾ പരതുമ്പോൾ മഹല്ലിൽ ചിലപ്പോൾ സ്വഹീഹിന്റെ മുക്കാബിലായിട്ട് അസഹിന്റെ മുക്കാബിലായിട്ട് ചിലപ്പോൾ ഒരു സാധാരണ സാനി എന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ വഖാലൽ ഇമാമു എന്നാണ് പറയും. അവിടെ സാനി എവിടെ? സാനി ഇതാണ്. ഏത്? ഇമാമുൽ അർമീന്റെ ഒരു ഇഹ്തിമാലാണ് സംഗതി. പക്ഷെ അത് വജിഹായിട്ട് എണ്ണോ ഇല്ലേ എന്നൊരു ഖിലാഫ് ഉള്ളത് കൊണ്ട് മഹാനവറുകൾ എന്ത് ചെയ്തില്ല, പിന്നെ അശാരിൽ മുഹക്കിക്ക് അവിടെ സാനി എന്ന് പ്രയോഗിച്ചില്ല, ചിലപ്പോ മുഖാബല എന്ന് പ്രയോഗിക്കും. ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം. ഏതായാലും അവരെ പോലും അസ്ഹാബുൽ മുജ്തഹിദുൽ മദാബിൽ പെട്ടവരാണെന്ന് ഖിലാഫാണ്. അപ്പൊ അതും നമുക്ക് ചാൻസ് ഇല്ല. നമ്മളിപ്പോൾ ചാൻസ് നോക്കാനുള്ള അതും കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഇനി മുജ്തഹിദുൽ ഫത്വ തർജിയാണ്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ ഫതാവുൽ കുബ്രയിൽ പറഞ്ഞു, നമ്മളെ കാലം അഥവാ 10-ാം നൂറ്റാണ്ട് നമ്മളെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുജ്തഹിദീങ്ങളുടെ പദവികളൊക്കെ തീർന്നു പോയിട്ടുണ്ട്, എല്ലാം തീർന്നേക്കണു. അത്താ മുജ്തഹിദുൽ ഫത്വന്റെ മുജ്തഹിദ് വരെ നമ്മളെ കാലഘട്ടത്തിൽ ഇല്ലട്ടോ. ആര് പറയാ? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാം. പിന്നെ എന്താ മാർഗം? അതും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു തന്നു. അതിന് മാർഗം പിന്നെ ഈ മുതാഖിറായ കാലഘട്ടത്തിൽ ഇഫ്താഇന്റെ മാർഗം എന്ന് പറഞ്ഞത് ഇന്നമാ സബീലുഹു നഖ്ലു വരിവായ, നഖ്ലി റിവായത്ത്, ഇതാണ് ഇനിയുള്ള മാർഗം എന്ന് മഹാനരായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത് കാണാം. നഖ്ലി ചെയ്യുക, റിവായത്ത് ചെയ്യുക. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പിന്നെ തർശിയൊക്കെ കണ്ടതേക്കല്ല, തർശീന്റെ മുഖദ്ദിമയിൽ 5-ാം പേജിലൊക്കെ കാണാം, മഹാനവറുകളുടെ തന്നെ തഖ്രീർ കാണാം. അവിടെ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ആയത്ത് ഹദീസുകളിൽ നിന്ന് നേരിട്ട് പിടിക്കുക എന്നുള്ളത് മുജ്തഹിദ് അല്ലാത്തവർക്ക് ജായിസല്ല, അത് മുജ്തഹിദിനെ പറ്റുള്ളൂ. ഇത് ആയത്ത് ഹദീസിൽ നിന്ന് നേരിട്ട് പിടിക്കുക എന്നുള്ളത്. എന്ന പോലെ മസ്ലഹത്ത് മഫ്സദത്ത് നോക്കിയിട്ട് മഹാനരായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ ഫതാവുൽ കുബ്രയിൽ പറഞ്ഞു, മസാലി മഫ്സദത്ത് പിന്നെ മസാലിഹി മഫാസിദ് നോക്കിയിട്ട് ഇപ്പൊ പല ആളുകളും ആധുനിക പലരും ചെയ്യുന്നത് അങ്ങനെ മസ്ലഹത്ത് ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ മദ്ഹബിന്റെ അയിമ്മത്തിന്റെ മങ്കൂലുണ്ടായിട്ട് പോലും ആ മങ്കൂലിനെ എതിരായിക്കൊണ്ട് നമ്മുടെ ഒരു മസ്ലഹത്ത്, നമ്മുടെ ദീനിൽ കണ്ട ഒരു മസ്ലഹത്ത് കണ്ട് അല്ലെങ്കിൽ മഫ്സദത്ത് കണ്ടിട്ട് നമ്മൾ ഉക്കുമ നടത്തുക. അങ്ങനെ മസാലി മഫാസിദ് എന്നുള്ളത് ഇന്നമാ ഹുവ വദീഫത്തുൽ മുജ്തഹിദി, അത് മുജ്തഹിദിയുടെ വദീഫയാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മസ്ലഹത്ത് മഫ്സദത്ത് നമുക്ക് അയിമ്മത്തിന്റെ മങ്കൂലിനെതിരായി പിന്നെ നമ്മൾ മസ്ലഹത്ത് കണ്ട് അതനുസരിച്ച് ഇത് ചെയ്താൽ അത് ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടലാണെന്ന് മഹാനരായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതിനും മാർഗമില്ല, മസാലി മസ്ലഹത്ത് മാർഗമില്ല. പിന്നെ എന്താ മാർഗമുള്ളത്? ഉസ്താദ് പറഞ്ഞു, ഇമാമുൽ അർമീനി പറഞ്ഞ ഇബാറ പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ ഷാഫി മദ്ഹബില് ഏതൊരു മദ്ഹബിലും നസ്സാക്കി പറഞ്ഞതോ അല്ലെങ്കിൽ നസ്സാക്കിയതിന്റെ സ്ഥാനത്തുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോബിത്തന്റെ തഹ്തിൽപ്പെട്ടതോ അല്ലാത്തൊരു മസല അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഉള്ളത് ബഹ്സാണ്. ആ ബഹ്സിന്റെ രൂപങ്ങളാണ് ഒന്ന് ഇൽഹാക്ക് എന്നത് വളരെ സങ്കീർണമായ ഒരു സംഗതിയാണ്. നമുക്ക് നല്ല അടുത്തടുത്തൊന്നും ഇപ്പോ അത് വലിയ പ്രയാസമല്ല, അതൊരു കിയാസിനോട് തുലനം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ കിയാസും തമ്മിലുള്ള ഫർക്ക് അറിയുമ്പോൾ ഇത് കബീർ ഫിക്ർ ഇല്ലാതെ, കൂടുതൽ ചിന്തയില്ലാതെ രണ്ട് മസലും തമ്മിൽ ഫർക്കില്ല എന്ന് ബോധ്യപ്പെടും. പക്ഷേ അതിന് ഫർക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോരത്. ഫിഖ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു മദ്ഹബാണ്, അല്ല ഫിഖ് എന്ന് പറഞ്ഞാൽ നഖിലാണ്. എന്ന പോലെ അൽ ഫിഖ്ഹു ഫർക്കും ജമ്മു, ഫിഖ് എന്ന് പറഞ്ഞാൽ ഫർക്കും ജമ്മുമാണ്. നമുക്ക് തോന്നും ചിലപ്പോൾ അത് ജമ്മാണ്, അത് രണ്ട് മസലും തുല്യാണ് എന്ന്. എന്നാൽ ചിലപ്പോൾ രണ്ട് മസലും വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോ പിന്നെ ഫർദ് കിഫ് വിടാന്, ജനായിസിന്റെ ഫർദ് കിഫ് വിടാന് ആരും നിസ്കരിച്ചാൽ മതി, കുട്ടികളും നിസ്കരിച്ചാൽ മതി. എന്നാൽ ജമാഅത്തിന്റെ ഫർദ് കിഫ് വിടാന് കുട്ടികൾ പോരാന്നുള്ളതാണ്. അയിമത്തിനുണ്ട് ഖിലാഫുണ്ട്. പക്ഷെ ഇബ്നു ഹജർ തങ്ങളൊക്കെ മുത്തമദാക്കിയത് ഔജഹ അഭിപ്രായം പറഞ്ഞത് ഏതാ? കുട്ടികൾ പോരാന്നുള്ളതാ. അപ്പൊ രണ്ടും ഫർദ് കിഫന്നല്ലേ. എന്ന പോലെ പിന്നെ എല്ലാ വർഷവും കഅബന്റെ ഇഹ്യാ, അവിടെ അതിൽ ഹജ്ജ് ഉംറ നടക്കണം, അത് ഫർദ് കിഫയാണ്. ആ ഫർദ് കിഫ് വിടാൻ കുട്ടികൾ മതിയാകുമെന്നതാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. എന്താ ഫർക്ക്? പിന്നെ നമുക്ക് തോന്നിയാൽ ഒക്കെ ഫർദ് കിഫയാണ് ആ ഫർദ് കിഫ് വിടാന്. പക്ഷേ അവിടെ ഇങ്ങനെ ആയത്തിൽ ഇറങ്ങിയെന്നുണ്ടാവും, ഫർക്ക് ഉണ്ടാവും. അവിടെ ഫർക്ക് അയിമത്ത് പറയും. ഇബ്നു ഹജർ തങ്ങൾ പിന്നെ തുഫീലൊക്കെ ഫർക്ക് പറഞ്ഞത് കാണാം. അപ്പൊ അൽ ഫിഖു ഫർക്കും ജമ്മൻ, ഏതുപോലെ ഖയാല് പോരാന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ തുഫീലിന്റെ 1-ാം വള്ളിത്തിലൊക്കെ അത് പരിചയപ്പെടുത്തി. ഫർക്ക് ജമ്മ്, നമുക്ക് തോന്നിയ ഖയാല് പോരാ, നമുക്കിങ്ങനെ തോന്നുന്നു അത് ജമ്മാണെന്നുള്ളത്, അത് പോരാ. അപ്പൊ അതുകൊണ്ട് പിന്നെ മസാലി മസ്ലത്ത് ഏതായാലും പറ്റൂല. പിന്നുള്ളത് ബഹ്സാണെന്ന് പറഞ്ഞു. ബഹ്സ് എന്ന് പറഞ്ഞാല് പിന്നെ അയിമ്മത്തിന്റെ ആമായ നസ്സുകളിൽ നിന്ന്, അയിമ്മത്തിന്റെ നസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ നസ്സുകള്, അസ്ഹാബുൽ വുജൂഹിന്റെ നസ്സുകള്, എന്ന പോലെ തന്നെ പിന്നെ നമ്മുടെ മുൻഗാമികൾ നടത്തിയ ബഹ്സുകൾ, ആ ബഹ്സുകളിലും ബഹ്സ് നടക്കും. മുൻഗാമികൾ നടത്തിയ ബഹ്സുകളിലും ബഹ്സ് നടക്കും. കാരണം മുൻഗാമികളുടെ കാലഘട്ടത്തിൽ അത് ബഹ്സാണെങ്കിലും പിൽക്കാലക്കാർക്ക് അത് മങ്കൂലായി മാറി. അതുകൊണ്ട് തന്നെ അതിലും ബഹ്സ് നടക്കും. അപ്പൊ ബഹ്സിലും ചിലപ്പോൾ ബഹ്സ് നടന്നത് നമ്മളിങ്ങനെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പരിധിയാൽ ആശകളൊക്കെ പരിധിയാൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഒന്ന് ഇൽഹാക്ക് എന്നത്, ഇൽഹാക്ക് വലിയ ശ്രമമുള്ളതാണ്. അത് നമ്മളേതാണ് പിന്നെ ഇത് ഒരു കുറച്ചൊക്കെ മാറ്റിവെക്കാം. പിന്നുള്ളത് ഇപ്പം ഏതാണ്? പിന്നുള്ളത് പിന്നെ ഇബാറത്തിന്റെ ലോഹിറിൽ നിന്ന് പിടിക്കാം. ഷറുൽ മദ്ഹബിന്റെ ലോഹിർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ മുക്തല ഹദിൽ ഇബാറ, ഈ ഇബാറിന്റെ മുക്തല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ഒന്ന് ഇൽഹാക്ക്, മറ്റൊന്ന് ഇബാറത്തിന്റെ ലോഹിറിൽ നിന്ന് പിടിക്കുക, മറ്റൊന്ന് ഇബാറത്തിന്റെ മുക്തലയിൽ നിന്ന് പിടിക്കുക എന്ന പോലെ തന്നെ പിന്നെ ഉക്കുമിന്റെ ഇല്ലത്തിൽ നിന്ന് പിടിക്കുക. ഉക്കുമിന്റെ ഇല്ലത്ത് ഉസ്താദ് സൂചിപ്പിച്ചു, ഉക്കുമിന്റെ ഇല്ലത്ത് നിന്ന് പിടിക്കാൻ വളരെ ശ്രമമുള്ള സംഗതിയാണ്. അത് മുജ്തഹിദീങ്ങൾ നടത്തേണ്ടതാണെന്നല്ലേ. പക്ഷേ പിന്നെ അത് എല്ലാ മസലയിലും അങ്ങനെ തന്നെ ബാധകമാണെന്ന് പിന്നെ അയിമ്മത്ത് പിൽക്കാല അയിമ്മത്തൊക്കെ അത് ഇല്ലത്തായി ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കും അത് ഫർക്കില്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കുന്ന ഇപ്പോ പിന്നെ ബിദ്അത്തുകാരുമായുള്ള നിസ്കാരങ്ങളും അവരും അതിന് അയിമത്ത് പറഞ്ഞ പിന്നെ ഇല്ലത്ത് പറഞ്ഞതിൽ അവർ നല്ലവരാണെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുള്ളതാണ്. അപ്പൊ അത് ഇല്ലത്താണോ ഒരു ഇക്മത്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് ഒരു പ്രയാസമാണ്. ലാമ് കണ്ടതുകൊണ്ട് മാത്രം ഇല്ലത്താവൂല, ഒരു പക്ഷേ അത് ഇക്മത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം. ഇക്മത്ത് കാരണം ഇപ്പോ പിന്നെ പലിശ ഹറാമാണ്. എന്താ കാരണം? വലിയ ഒററി എന്ന് പറയും. ഒററിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒററും ഇല്ല, എനിക്കിപ്പോ 1 ലക്ഷം കിട്ടിയാല് അതാണ്ട് കൊടുത്ത 3 ലക്ഷം എനിക്ക് കിട്ടും. അവിടെ പലിശ വന്നാൽ എനിക്കൊരു നഷ്ടം വരാനില്ല. ഞാൻ ഒന്നര ഞാനവിടെ തരും പറഞ്ഞു, 1.5 ലക്ഷം തരാം, എനിക്കൊരു ഒററും ഇല്ല. എന്നാലും പറ്റൂല. അത് ഇക്മത്ത് പറഞ്ഞതാ. ഇക്മത്ത് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ബാസിന്റെ രൂപം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പിന്നുള്ളത് കായിദയിൽ നിന്ന് പിടിക്കുക. ഉസ്താദ് സൂചിപ്പിച്ചു, കായിദയിൽ നിന്ന് പിടിക്കുക. കായിദയിൽ നിന്ന് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോ പല സ്ഥലത്തും നടക്കുന്നത്, പല ആധുനികരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കായിദയിൽ നിന്ന് ഒറ്റപ്പെടുത്താം. അൽ യഖീനു ലാ യുസാലു ബിശ്ശക്കി. ഉളുർത്തുന്ന ഉറപ്പാണ്, പക്ഷെ ഉളു മുറിഞ്ഞോ എന്ന് സംശയം. ഫിഖ്ഹ് പറയുന്നു പ്രശ്നമില്ല, അൽ യഖീനു ലാ യുസാലു ബിശ്ശക്കി, കായിദാണ്. അപ്പൊ അങ്ങനെ യക്കീനുള്ളതിനെതിരായി ശക്ക് വന്നാൽ അൽ യഖീനു ലാ യുസാലു ബിശ്ശക്കി. പക്ഷെ അയിമ്മത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലാ ഫി മസായിൽ, ഒരുപാട് മസായിലൊന്നും ഇവാണ്. ജുമാ പിന്നെ നടന്നുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ പിന്നെ ജുമാന്റെ ടൈമാണ്, ജുമാന്റെ ടൈം കഴിഞ്ഞോ ഇല്ല എന്നൊരു ശക്ക്, എന്നാ പിന്നെ ലോറിസ്കരിക്കണം എന്നുള്ളതാണ്. എന്ന പോലെ ജമ്മു കസ്രാക്കണ ആള് അദ്ദേഹം ഇങ്ങനെ പിന്നെ നിസ്കാരത്തിന്റെ ഞാൻ ഇത്മാമിന് കരുതിയില്ലേ, പൂർത്തിയാക്കണമെന്ന് കരുതിയില്ലേ, പൂർത്തിയാക്കൽ നിർബന്ധം എന്നാ. അൽ യഖീനു ലാ യുസാലു ബിശ്ശക്കി എന്ന് പറഞ്ഞിട്ട് പറ്റൂല. അത് അയിമ്മത്ത് ഇമാം സർക്കശി തങ്ങളൊക്കെ തന്റെ മൻസൂറിലൊക്കെ വിശദമായി ചർച്ച ചെയ്ത്. കാരണം ഒരുപാട് ഇസ്തിസ്നകൾ അതിലുണ്ട്. അപ്പൊ കായിദയിൽ നിന്ന് പിടിക്കണം, നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞ മാതിരി എന്ത് ചെയ്യുക, നമ്മള് ഫഖീഹുൻ നഫ്സായി മാറുക എന്ന് പറഞ്ഞാല് നല്ല പരതി. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോ ഒരു മസല കണ്ട് നമ്മൾ ഇങ്ങനെ കാച്ചും. പക്ഷെ ഫുഖഹ എന്ത് ചെയ്തേക്കണേ, അൽ ഫഖീഹു അയിമ്മത്തൊക്കെ പറഞ്ഞു. അത് നിഹായിൽ കാണാം, മുഗ്നിയിൽ കാണാം, ഖുററുൽ ബഹീൽ കാണാം, പല സ്ഥലത്തും കാണാം. അൽ ഫഖീഹു ഖദ് യുസവ്വിറു മാ ലാ യഖഉ, സംഭവിക്കാത്ത സംഗതികൾ പോലും ചെയ്യും അവർ തസവ്വുറാക്കി പറയും. ലി യതദറബ ബിസ്തിഖ്റാജിൽ ഫുറൂഇൽ ദഖീഖായ ഒരുപാട് ഫുറൂഹുകൾ ഇസ്തിഖ്റാജ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവിക്കാത്ത ധാരാളം വിഷയങ്ങൾ ഫുഖാഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജമ്മു കസ്റാക്കണമെങ്കിൽ പിന്നെ 132 എത്ര ആവട്ടെ അത്ര കിലോമീറ്റർ വേണമെന്ന് പറഞ്ഞു. അയിമത്തോടെ പറഞ്ഞു വൈൻ കഥാവു ഫീ ലഹ്ല, അത് ഒരു ലഹ്ല കൊണ്ടാണ് അവരെന്ത് മുറിച്ചു കടന്നെങ്കിലും അവന് കസ്റാക്കാം. കാരണം ഈ ഒരു വൈദൂരം ഉണ്ടായാൽ മതി എന്നുള്ളത്. അതിപ്പോ അവരുടെ കാലഘട്ടത്തിൽ ഇല്ല, ഇപ്പോഴും ഇല്ല. ആൽഫിയിലും വന്നിട്ടില്ലോ അല്ല. ഇനി അടുത്ത് വരെ നോക്കുക, നമുക്ക് പ്രശ്നമില്ല. ഫിഖിനൊരു പ്രതിസന്ധി പടില്ല എന്നർത്ഥം. അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങൾ ഫുറൂയായ മസലകൾ വരുന്നോ അതൊക്കെ അയിമ്മത്ത് പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരതുക, അതാണ് സംഗതി ചെയ്യേണ്ടത്. അപ്പൊ ഉസ്താദിനോട് ഏതായാലും നമുക്ക് പിന്നെ കർമ്മശാസ്ത്രത്തിന് പ്രതിസന്ധി ഇല്ല എന്നപ്പോ പറഞ്ഞു വന്നത്. ഇനി ആൽഫ ആയാലും വേണ്ടില്ല, ബീറ്റ ആയാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, ഒരു പ്രതിസന്ധി ഇല്ല. പക്ഷെ നമുക്കാണ് പ്രതിസന്ധി ഉള്ളത്, നമ്മൾ മാറാൻ തയ്യാറാകണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ പിന്നെ മുമ്പൊന്നും കേട്ട് പരിചയമില്ലാത്തൊരു സംഗതിയായിരുന്നു നമുക്ക് മുഹന്നസിന്റെ സംഗതി. അതാ നമ്മള് പിന്നെ സ്ത്രീയും പുരുഷനെയാണ് അള്ളാഹു താല പഠിച്ചത്. സിസ് ജെൻഡർ എന്ന് പറയുന്ന, അഥവാ പിന്നെ ജനന സമയത്ത് എന്താണോ ഡോക്ടർ നിർണയിച്ചു കൊടുത്തത് അതായത് ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അവിടെ നമുക്ക് പിന്നെ സംശയമല്ല, അത് അതിന്റെ വിധിയിൽ പോകും. നേരെ മറിച്ച് ഹുൻസകളുണ്ട്, അത് നമ്മൾ പിന്നെ ചെറുപ്പം മുതലൊക്കെ കുറെയൊക്കെ കേൾക്കുന്നത് തന്നെയാണ്. അത് പിന്നെ ഇന്റർസെക്സ് എന്ന് പറയുന്ന മറ്റേ ഹുൻസലുകൾ, പിന്നെ ഈജടകള്, അവര് ഹുൻസൽ വാദിയുണ്ട്, ഹുൻസൽ മുഷ്കിലുണ്ട്. അതിന്റെ വിധികളൊക്കെ പിന്നെ അവർക്ക് ഒരു ഹുന്തക്ക് മറ്റേ ഹുന്തനെ കാണാൻ പറ്റുമോ, ഹുന്തക്ക് പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റുമോ,
എന്ന പോലെ തന്നെ പിന്നെ ചില വിധികളിൽ പിന്നെ സ്ത്രീകളോടാണ് ഉപമിക്കുന്നത്, ചിലത് പിന്നെ ഒരു പുരുഷന്മാരോടാണ്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയും. വളരെ പ്രധാനപ്പെട്ടുള്ള നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന മുഹന്നസ് അഥവാ പിന്നെ ജനന സമയത്ത് ഡോക്ടർ നിർണയിച്ചു കൊടുത്തത് ആണാണ്, പക്ഷെ മനസ്സിന് സമ്മതിക്കുന്നില്ല. അവരുടെ ജെൻഡർ ഐഡന്റിറ്റി പിന്നെ അത് യോജിക്കുന്നില്ല. കാരണം മനസ്സിൽ തോന്നുന്നത് മനസ്സിൽ തോന്നുന്നത് ഞാൻ പെണ്ണാണെന്നാണ്, പക്ഷെ ഡോക്ടർ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് ജനന സമയത്ത് നിർണയിച്ചിട്ടുള്ളത് ആണാണെന്നാണ്. ഈ ഒരു അവസ്ഥയിൽ കാരണം മനസ്സൊന്നായിട്ട് കിടന്ന് മറിയണം. ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ ആ ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലിംഗമാറ്റം നടത്താൻ പറ്റുമോ? അത് പറ്റുമോ പറ്റില്ലേ? ഇതിപ്പോ ഫിക്കിന് പ്രതിസന്ധി ഞാൻ ഉസ്താദ് പറഞ്ഞു വെച്ചോളൂ. നമുക്ക് ഉസ്താദിനോട് നമുക്ക് എന്തും ചോദിക്കാം. പിന്നെ അപ്പൊ അത് ലിംഗമാറ്റം നടത്താൻ പറ്റുമോ പറ്റൂല? ഇനി അങ്ങനെ ലിംഗമാറ്റം നടത്തിയെന്ന് വെക്കുക. നടത്തി കഴിഞ്ഞാൽ ആ വിധി ഏത് വിധിയാണ്? അഥവാ ഒരു പുരുഷനാണ് അങ്ങനെ നടത്തിയതെങ്കിൽ പിന്നെ അത് പിന്നെ സ്ത്രീയുടെ വിധി ആകൂലേ? ഇൻഷാ അല്ലാഹ് പിന്നെ ഒന്നാമത്തെ ഒരു സംശയം തന്നെ ആയിക്കോട്ടെ.